കുറഞ്ഞ പക്ഷേ അത്രയും പെട്രോളും ഡീസലും ഒക്കെ മിച്ചം വയ്ക്കാം ഇത്രയും ദിവസത്തേക്കെങ്കിലും. അത് എത്ര ലിറ്റർ വരുമെന്ന് വായുത്തിൻ്റെ വിചാരം. ഭീകരമായ ചിലവല്ലേ അത്. അപ്പോൾ അതൊക്കെ സർക്കാരിൻ്റെ ചിലവ് ചുരുക്കൽ നയത്തിനും ഇത് നല്ലതാണ്. ഇത് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോയാലും വിരോധമൊന്നുമില്ല. 23 വരെ ഡേറ്റ് ഉണ്ട് എന്നാരും പറഞ്ഞത്. നിയമപരമായിട്ട് 23-ാം തീയതി വരെ നീട്ടിക്കൊണ്ടു പോട്ടെ. ചാനലുകൾക്കും ഒരു ഇത് വേണ്ടേ, വാർത്ത വേണ്ടേ. ഇപ്പോൾ ഇതിട്ട് അലക്കിയിട്ട് ചാനലുകൾ ചേരിതിരിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്, ശ്രദ്ധിച്ചില്ലേ? ഏഷ്യാനെറ്റ്, മനോരമ വി ഡി സതീശന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ആങ്കർമാർ വി ഡി സതീശൻ്റെ ഭാഗമാണ്. വി ഡി സതീശന് ഇന്ന നെഗറ്റീവ്സ് ഉണ്ട് എന്ന് പാനൽ ചർച്ചയിൽ ആരെങ്കിലും പറയാൻ ശ്രമിച്ചാൽ അയാളെ ആങ്കർ അങ്ങ് ആക്രമിക്കും. ഏഷ്യാനെറ്റിലെ സുരേഷ് കുമാർ ഭീകരമായിട്ട് അങ്ങർക്ക് ദേഷ്യം വരും വി ഡി സതീശനെതിരെ ആരെങ്കിലും സംസാരിച്ച്. എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഇതിനകത്ത് താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും. ബട്ട് സുരേഷ് കുമാറിൻ്റെ ശരീരഭാഷയിൽ, വിനു വി ജോണിൻ്റെ, ഈ സിന്ധു സൂര്യകുമാറിൻ്റെ, ഇവരുടെയൊക്കെ ശരീരഭാഷയിൽ വി ഡി സതീശനോടുള്ള സപ്പോർട്ട്, ചായ്വ് വ്യക്തമായിട്ട് കാണാം. മനോരമയെ അതുപോലെ. കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ് ബിഗ് ടി വിയാണ് വി ഡി സതീശൻ്റെ വീഡിയോ പുറത്തുവിട്ടത്. വി ഡി സതീശൻ മംഗലാപുരത്ത് പോയി. അത് മറ്റൊരു ചാനലും തൊട്ടില്ല, ശ്രദ്ധിച്ചോ? കാരണം മറ്റ് ചാനലുകളെല്ലാം മീഡിയ വൺ അടക്കം വി ഡി സതീശൻ ഭാഗത്താണ്. റിപ്പോർട്ടറാണ് വേണുഗോപാൽ അയാൾ എന്താ എന്നൊക്കെ ചോദിച്ചിങ്ങനെ എങ്ങും തൊടാതെയൊക്കെ നിൽക്കുന്നത്. കാരണം ബേസിക്കലി അവർ പിണറായി വിജയൻ്റെ ആൾക്കാരാണ്. അവർക്കിതിൽ താല്പര്യമില്ല. പിന്നെ ഈ വഴക്ക് വർദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചില വാർത്തകളൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. സ്റ്റിൽ ബിഗ് ടി വിയുടെ ആ വാർത്ത ഇവർ റിപ്പോർട്ടർ ചാനലിൽ പിക്കപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ചെയ്തില്ല. അപ്പോൾ നമ്മളുടെ LDF കൺവീനർ രാമകൃഷ്ണൻ, ടി പി രാമകൃഷ്ണൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് കോൺഗ്രസ് സമാധാനം പറയണം. ഈ വീഡിയോ സത്യമാണോ എന്നെനിക്കറിയില്ല. വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്തിന് ചെയ്തു എന്നെനിക്കറിയില്ല. ഞാനായിട്ട് ഒരാരോപണവും ഉന്നയിക്കുന്നില്ല. പക്ഷേ പുറത്തു വന്ന വീഡിയോയെപ്പറ്റി കോൺഗ്രസ് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പത്രസമ്മേളനം, LDF കൺവീനറിൻ്റെ പത്രസമ്മേളനം മറ്റ് ചാനലുകൾ ബ്ലാക്ക് ഔട്ട് ചെയ്തു, ബിഗ് ടി വി മാത്രം കാണിച്ചു. ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു രാമകൃഷ്ണൻ്റെ മുമ്പിൽ, പക്ഷേ അവർ കവർ ചെയ്തില്ല. അത്ര വലുതാണ് വി ഡി സതീശന് മീഡിയയിലുള്ള ഗ്രിപ്പ്. ഈ ഗ്രിപ്പാണ് മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്നത്. പടനായകൻ, എന്ത് പടനയിച്ചു ഇന്ന് ചെയ്യുന്ന വി ഡി സതീശൻ ഒരു മാധ്യമ സൃഷ്ടിയാണ് എന്ന് കോൺഗ്രസ്സിലെ ഉത്തരവാദപ്പെട്ടവർക്ക്, തലയ്ക്ക് വിളിവുള്ളവർക്കൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയാണ് വി ഡി സതീശൻ. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. വി ഡി സതീശൻ എന്താ കേരളം മൊത്തം നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയോ? ഇല്ല, ഇവരാരും ചെയ്തില്ല. വി ഡി സതീശൻ പറവൂര് കിടന്ന് വെള്ളം കുരുകയായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഇല്ല ഇത്തവണ വി ഡി സതീശൻ. ജയിച്ചത് ഭാഗ്യം. ആ ഓളത്തിലങ്ങ് ജയിച്ചു പോയത്, ചിലപ്പോൾ തോറ്റുപോയാൽ. ഇങ്ങനെയുള്ള വി ഡി സതീശനെ പൊയ്ക്കാലിൽ പൊക്കി നിർത്തുന്നത് മീഡിയയാണ് എന്ന് കോൺഗ്രസ്സിലെ മറ്റുള്ളവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ സ്റ്റേണായിട്ട് പറയുന്നത് പറ്റില്ല. ഈ മാധ്യമ സൃഷ്ടി ചാനലുകൾ പറയുന്നിടത്ത് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. ചാനലുകൾ പ്രൊജക്റ്റ് ചെയ്ത ഒരാളിനെ മുഖ്യമന്ത്രി ആക്കുകയും വേണ്ട.